നിങ്ങൾക്കറിയാമല്ലോ, കുറേ 16 ദിവസം ഞാൻ അന്താരാഷ്ട്രീയ ഒരു സഞ്ചാരത്തിലായിരുന്നു. അത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് സംഭവിച്ചത്. പക്ഷേ ആ സമയത്തും എനിക്കൊരു മിസ് കോളോ ഒരു ക്ഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ല തിരിച്ചു വന്ന ശേഷം കാണണമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഒരു മെസ്സേജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ എക്സിസ്റ്റിംഗ് പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോയി. വീണ്ടും വിദേശത്തിലുമായിരുന്നു, ഒരു കമ്മിറ്റി മീറ്റിംഗ് ഡൽഹിയിലുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നെത്തി. വോട്ടിംഗ് ദിനം ഇന്നലെ രാത്രി എത്തി. വോട്ടിംഗ് ദിനമാണ്. പക്ഷേ എനിക്ക് സ്പഷ്ടമായി പറയാനുള്ളൊരു കാര്യം, എന്നെ ക്ഷണിച്ചില്ലേ, ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകർ ആത്മാർത്ഥതയോടെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ പ്രചരണം ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയുണ്ട് അവിടെ, അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു വിജയം കാണണമെന്നാണ് എൻ്റെയും ആഗ്രഹം. അപ്പോൾ പ്രചരണം ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ആഗ്രഹം നിലമ്പൂരിൽ കോൺഗ്രസ് വിജയം തന്നെയാണ്. വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അങ്ങനെ ഒരു ക്ഷണം വേണോ കോൺഗ്രസിന്റെ യുഡിഎഫിന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് പോകാൻ? ഇനി പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ക്ഷണം ഞാൻ ഒരു കാര്യം പറയട്ടെ. തിരക്കുള്ള ഒരു സമയത്തിൽ അവർ പ്രത്യേകിച്ച് വിളിച്ചെന്താ വരുന്നുണ്ടോ വരുന്നില്ലേ ഒരു പ്രോഗ്രാം ഇടണം എന്നൊക്കെ സാധാരണ ചെയ്യാറില്ല. ഉദാഹരണം വയനാട്ടിൽ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പുണ്ടായ സമയത്ത് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയിട്ട് ക്ഷണം വന്നിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളും പറഞ്ഞു എപ്പോഴാണ് വരേണ്ടത്, സൗകര്യം നോക്കാം. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോഗ്രാം ഉണ്ടാവണമല്ലോ. ഓരോരോ സ്ഥലത്ത് ഓരോരോ മണ്ഡലത്തിൽ എവിടെ പ്രസംഗിക്കേണ്ടത്, ഒരു സ്ഥലത്തൊരു ഉദ്ഘാടനം, മറ്റെവിടെ ഒരു പ്രഭാഷണം, മൂന്നാമത്തത് സ്ഥാനാർത്ഥിയോടൊപ്പം വേദിയിൽ കയറൽ, അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ പാർട്ടി അവിടെ ലോക്കലി ഓർഗനൈസ് ചെയ്തിട്ട് പറയാറുണ്ട്. അതാണ് സാധാരണ എൻ്റെ അനുഭവം. ഈ ഒഴിവാക്കി നിർത്തുന്ന സമയത്ത് ഒഴിവായി നിൽക്കലാണോ ഒരു നല്ല രീതി? അടിച്ചു കയറി പോകുന്ന ഒരു തരൂർ സ്റ്റൈൽ ഉണ്ടല്ലോ. ഇല്ല, അടിച്ചു കയറി പോകുന്ന സ്റ്റൈലുണ്ടോ എനിക്ക്? ഞാൻ അങ്ങനെ ഒരു പെരുമാറ്റം ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. അല്ലല്ല, മര്യാദയോട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ ക്ഷണിച്ച അവിടെ ഞാൻ പോകും, ക്ഷണിക്കാത്ത അവിടെ അത്ര പോവാറുണ്ടോ? അങ്ങനെ ഒരു കാര്യം ഞാൻ പറയട്ടെ. കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനവും കോൺഗ്രസിൻ്റെ മൂല്യങ്ങളും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഒക്കെ എനിക്ക് ഭയങ്കര അടുപ്പമാണ്. ഞാൻ 16 വർഷമായിട്ട് ഇപ്പോൾ നമ്മളുടെ പാർട്ടി പ്രവർത്തകരൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ട് അവരുടെ കഴിവ്, അവരുടെ ആത്മാർത്ഥത, അവരുടെ ഐഡിയലിസം എല്ലാം ഞാൻ കണ്ടതാണ്. അപ്പോൾ എനിക്ക് കോൺഗ്രസ് പാർട്ടി ഒരു സ്ഥാപനമായിട്ടോ കോൺഗ്രസ് പ്രവർത്തകർ മനുഷ്യന്മാരായിട്ടും സുഹൃത്തുക്കളായിട്ടും സഹോദരന്മാരായിട്ടും അവരൊപ്പമുള്ള സ്നേഹവും സൗഹാർദ്ദത്തെക്കുറിച്ച് നിങ്ങൾ ആർക്കും ഒരു സംശയവും വേണ്ട. അത് എപ്പോഴും ഉണ്ടോ, എപ്പോഴും ഉണ്ടാവും. ഇപ്പോഴത്തെ ചില കോൺഗ്രസ് നേതൃത്വത്തിനൊപ്പം എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇതിൽ പല കാര്യങ്ങൾ പബ്ലിക്ലി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കറിയാം അഭിപ്രായ വ്യത്യാസം